ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മിറ്റ്സിൻ്റെ ഒരു DVD പ്ലെയറാണ്. ഇന്നലെ ഓണാവുന്നില്ല. അപ്പോൾ എന്താണെന്ന് ആവശ്യമുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കവറിൻ്റെ സ്ക്രൂവിൽ റിമൂവ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അഴിച്ചിട്ട് എന്താ സംഭവിച്ചേക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് പവർ സപ്ലൈ വരുന്ന ഇതാണ്. ഇപ്പോൾ പവർ സപ്ലൈക്കകത്ത് കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ പവർ സപ്ലൈ റിമൂവ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, വൈപ്പർ IC പോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രിഡ്ജിന് ഡയോഡോ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള ബാക്കിയൊന്ന് ഒരു പീസാക്കി ഒന്ന് നോക്കട്ടെ. നിലവിൽ ഫ്യൂസ് ഓപ്പണായി പോയിട്ടുണ്ട്. ഡയോഡൊന്നും പോയിട്ടില്ല. കപ്പാസിറ്ററിൻ്റെ കാലൊക്കെ ഡ്രൈ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്തിട്ട് എന്താ ഷോർട്ടിങ് കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് മെയിൻ ഫിൽറ്റർ പോയി നിന്നാണ് എൻ്റെ പ്രശ്നം കാണിച്ചത്. അപ്പോൾ വേറെ ഓൾഡ് SMPC എന്നൊരു പിന്നെ കപ്പാസിറ്ററൊന്നും പറിച്ചിട്ട് ഫ്യൂസും വേറെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഷോർട്ടിങ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ബോർഡെ കണക്ട് ചെയ്തിട്ട് ബാക്കി വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നു. SMPC കയറ്റി കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈ ഒന്ന് കൊടുത്ത് നോക്കാം. നിലവിലിപ്പോൾ സംഭവം ഓണായിട്ടുണ്ട്. അപ്പോൾ ആ മെയിൻ ഫിൽറ്ററിൻ്റെ കാല് പറഞ്ഞു തന്നിട്ട് അത് പോയിട്ടാണ് ഫ്യൂസ് പോയിരുന്നത്. അല്ല വേറെ പ്രശ്നമൊന്നും നോക്കിയിട്ട് കണ്ടില്ല. ഓപ്പൺ സ്വിച്ചൊക്കെ ഞെക്കി തകർത്താൻ തോന്നും. ഓപ്പൺ ഹൗസിൻ്റെ സ്വിച്ച് പോകാതേ ഉള്ളൂ. ഒരു CD ഇട്ടിട്ട് റീഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കിയേക്കാം. CD റീഡാവുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. അത് ആദ്യമേ ഒന്ന് ഈ എടുക്കാൻ ഇച്ചിരി ചടങ്ങ് കാണിച്ചായിരുന്നു, എടുക്കുന്നുണ്ട് CD. വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിലിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കാല് പറഞ്ഞ് നിൽക്കുമായിരുന്നു, അത് പോയിട്ടുണ്ടായിരുന്നു.
വേറെ കപ്പാസിറ്റർ വിട്ട് ഫ്യൂസ് ഇട്ടപ്പോൾ വേറെ ഷോർട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.